ഹായ്. ചില സിനിമകള് നമ്മള് തിയേറ്ററിൽ പോയി കാണില്ല. അത് ചിലപ്പോ OTT വരട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കും. ചിലപ്പോഴൊക്കെ അതിന്റെ ടീസറോ, ട്രെയിലറോ അല്ലെങ്കിൽ ആ സിനിമയെക്കുറിച്ച് വരുന്ന വാർത്തകളോ നമുക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല. പല കാരണങ്ങളായിരിക്കും. ചിലപ്പോൾ അതിന്റെ സ്റ്റാർ കാസ്റ്റോ അല്ലെങ്കിൽ അതിന്റെ ഒരു മേക്കിംഗ് രീതിയോ ഒന്നും നമ്മൾ ഈ പല ഇതിന്റെ സ്നിപ്പെറ്റ്സ് കാണുമ്പോഴോ ഒന്നും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യില്ല. എന്നിട്ടത് OTTയിൽ വരുമ്പോ നമ്മള് വല്ലാണ്ട് അതങ്ങ് എൻജോയ് ചെയ്യും. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. പലപ്പോഴും തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോൾ കിട്ടാത്തൊരു ഹൈ ചിലപ്പോൾ നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ വീട്ടിലിരുന്ന് നമ്മുടെ ഒരു വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു മൂഡിൽ ഇരുന്ന് കാണുമ്പോൾ നമുക്കത് നമുക്കൊരു വേറൊരു തലത്തിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. കാതലിക്ക് നേരമില്ലേ. പ്രൊഡക്ഷൻ റെഡ് ജെയിൻ മൂവീസ്, ഡയറക്ടർ കൃത്തിക ഉദയനിധി, അഭിനയിച്ചിരിക്കുന്നത് രവി മോഹൻ, നിത്യ മേനൻ, വിനയ്, യോഗി ബാബു, ലാൽ തുടങ്ങിയവർ. മ്യൂസിക് AR റഹ്മാൻ. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആരുടെയും കരിയർ ബെസ്റ്റ് പെർഫോമൻസ് അല്ലേ അല്ല. നമ്മൾ ഇതിനു മുമ്പ് പല തവണയായി കണ്ടിട്ടുള്ള ഇവരുടെയൊക്കെ ഏറ്റവും നല്ല ക്യാരക്ടേഴ്സിന്റെ ഒരുപാട് പ്ലസും കുറച്ച് മൈനസും അടങ്ങിയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ സിനിമയ്ക്കകത്ത്. ഇപ്പൊ നിത്യ മേനൻ, നമ്മൾ OK കൺമണിയിലും ഉസ്താദ് ഹോട്ടലിലും ഒക്കെ കണ്ടിട്ടുള്ള അതേ ബബ്ലി ആയിട്ടുള്ള, അതേ ചില്ലായിട്ടുള്ള, ജോളി ആയിട്ടുള്ള ഒരു നിത്യ മേനൻ. അതിന് കുറച്ചൊരു ഇമോഷണൽ ലെയറും കുറച്ചുകൂടി ഒരു എന്താ പറയാ ഇമോഷണൽ ഹൈസും ഒക്കെയുള്ള ഒരു ഒരു ഡീസന്റ് പെർഫോമൻസ് അവർ ഈ സിനിമയ്ക്കകത്ത് കാഴ്ചവെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നിത്യ മേനനെ കാണാൻ ഒരു പ്രത്യേക ഭംഗി, നമുക്കൊരു രസമാണ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. രവി മോഹന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ഷൻ ഹീറോസ് അല്ലെങ്കിൽ ആക്ഷൻ സിനിമകൾ ചെയ്യുന്ന ആൾക്കാര് ഒരു ആക്ഷനും ഇല്ലാത്ത അല്ലെങ്കിൽ വളരെ റോം കോം പോലത്തെ സാധനങ്ങൾ ചെയ്യുമ്പോൾ ഒരു 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 പ്രത്യേക ഫ്രഷ്നെസ് ഉണ്ട് അത് കാണാൻ. ഇപ്പൊ മലയാളത്തിൽ സുരേഷ് ഗോപി അങ്ങനത്തെ സിനിമകൾ ചെയ്യുമ്പോൾ എനിക്ക് വരേനെ ആവശ്യമുണ്ടൊക്കെ കണ്ടപ്പോൾ ഒരു വല്ലാത്ത ഫ്രഷ് ഫീൽ ഉണ്ടായിരുന്നു. കാരണം പുള്ളി അങ്ങനത്തെ ക്യാരക്ടേഴ്സിൽ നമ്മൾ അധികം കണ്ടിട്ടില്ല. ഇപ്പോ രവി മോഹന്റെ തന്നെ എങ്കേയും കാതൽ, റോമിയോ ജൂലിയറ്റ് അങ്ങനെയുള്ള സിനിമകളിലൊക്കെ നല്ല രസമുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു ആ സിനിമയ്ക്കകത്ത്. ഇതിനകത്തും പുള്ളിയുടെ ബെസ്റ്റ് എന്ന് പറയാനുള്ള ഒന്നുമില്ല, പക്ഷെ ഡീസന്റ്, വളരെ എലഗന്റ് ആയിട്ട്, വളരെ സ്റ്റൈലിഷ് ആയിട്ട്, എന്നാൽ ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള ഒരുപാട് ലെയേഴ്സ് സെക്കൻഡ് ഹാഫിൽ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് രവി മോഹന്റെ എക്സ് ആയിട്ട് വരുന്ന ഒരു പുള്ളിക്കാരിയുടെ പെർഫോമൻസ്, ഫസ്റ്റ് ഹാഫിൽ അത്ര രസമില്ലാത്ത പെർഫോമൻസ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അവർ കണ്ണിൽ കൂടെ ഭയങ്കരമായിട്ട് ഇമോഷൻസ് കൺവേ ചെയ്യുന്നുണ്ട്. അത് അവരുടെ രണ്ടുപേരുടെയും കെമിസ്ട്രി ആ സമയത്ത് ബ്രില്യൻ്റ് ആയിരുന്നു. കാരണം ഒരുപാട് ഇമോഷൻസും അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ പെയിൻ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ ഒരു 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 സന്തോഷം അതൊക്കെ അവർ കണ്ണിൽ കൂടെ വളരെ ഈസി ആയിട്ട് അത് ഡെലിവർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാണുന്ന നമുക്കത് മനസ്സിലാവുകയും ചെയ്യുന്ന രീതിയിൽ ബ്രില്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്തിരുന്നു. വിനയുടെ അടിപൊളി പെർഫോമൻസ് ആണ്. ആ ക്യാരക്ടർ ഇറ്റ്സെൽഫ് ഭയങ്കര നല്ലതാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ പുള്ളി കുറച്ചുകൂടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടിയൊക്കെ പുള്ളിയുടെ ഒരു എന്താ പറയാ ഒരു ഫ്രഷ് സാധനം നമുക്ക് കണ്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് എന്താണ് ആ ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അത് നല്ല രസമുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളി. അത് പുള്ളി പോർട്രേ ചെയ്തിരിക്കുന്ന രീതി ഭയങ്കര രസമാണ്. അത് പുള്ളി ചെയ്ത് വച്ചേക്കുന്നത് കൊള്ളാം. അത് രസമാണ്. അതൊരു സർപ്രൈസ് അല്ലെങ്കിൽ അതിലൊരു ഭയങ്കര സസ്പെൻസ് ഒന്നുമില്ല. പക്ഷെ അത് കാണുമ്പോൾ അത് മനസ്സിലാക്കുന്നതാണ് അതിന്റെ ഒരു രസം. യോഗി ബാബു അത്ര സുഖമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് കോമഡി എനിക്ക് പൊതുവെ ഇഷ്ടമല്ല ഒന്നാമത്തെ. പക്ഷേ തരക്കേടില്ലാത്തൊരു പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പെർഫോമൻസ്. ലാൽ പുള്ളി ഒരു സ്റ്റാറാണ്. കാരണം പുള്ളിക്ക് കൊടുക്കുന്ന ആ ഒരു, ചിലപ്പോൾ സിനിമ മോശമാണെങ്കിലും പുള്ളിക്ക് കൊടുക്കുന്ന ആ ഒരു സ്പേസ് പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്യും. ഇതിനകത്തും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും. പക്ഷെ അതിനകത്ത് മേ ബി സ്ക്രീൻ പ്ലേയിലുള്ള ഫ്ലോസ് കാരണം പുള്ളിയും ജയം രവി ആയിട്ടുള്ള ക്യാരക്ടറിന്റെ ഒരു ഡെപ്തോ അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ ഡെപ്തോ നമുക്ക് അധികം മനസ്സിലാവുകയോ അത് കൺവേ ആവുന്നൊന്നുമില്ല. പക്ഷെ എന്നാലും മോശമല്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു പുള്ളി ഇതിനകത്ത് ചെയ്തു വെച്ചേക്കുന്നത്. അതുപോലെ നിത്യ മേനന്റെ ചിത്തിയായിട്ട് വരുന്ന ക്യാരക്ടർ ചെയ്ത് അവരുടെ കോമഡി ടൈമിങ്ങും അല്ലെങ്കിൽ അവരുടെ ചില നോട്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചില
റിയാക്ഷൻസ് ഒക്കെ ബ്രില്യൻ്റ് ആയിരുന്നു. അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് സാക്ഷാൽ AR റഹ്മാനെ കുറിച്ചാണ്. ബ്രില്യൻ മ്യൂസിക്. പുള്ളി പുള്ളി ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു ഫേസിൽ ഇരുന്നിട്ട് പുള്ളിക്ക് ഇഷ്ടമുള്ള ട്യൂൺ ഇങ്ങനെ എൻജോയ് ചെയ്ത് വായിക്കുക. നമ്മളതിങ്ങനെ നമ്മളെ അങ്ങനെ ഉള്ളിലോട്ട് വലിച്ചെടുത്ത് നമ്മളെ അങ്ങ് ഫീൽ ചെയ്യിക്കും. അങ്ങനെ ഒരു മ്യൂസിക് ആയിരുന്നു ഇതിന്റെ. പാട്ടുകളാണെങ്കിലും ഇതിന്റെ BGM ആണെങ്കിലും ചില ഇമോഷണൽ പീക്കിലൊക്കെ എത്തുന്ന സമയത്ത് പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് എന്റെ അമ്മോ സൂപ്പർ ആയിരുന്നു. മൊത്തത്തിൽ പറയുവാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ബെറ്റർ ആക്കാവുന്ന ഒരു സിനിമ. ഒരു സ്ക്രീൻ പ്ലേ കുറച്ചുകൂടിയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആക്കിയിരുന്നെങ്കിൽ വേറൊരു തലത്തിലേക്കൊക്കെ ആൾക്കാർ കൊട്ടിഘോഷിക്കാമായിരുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ കൊട്ടിഘോഷിക്കേണ്ടിയിരുന്ന ഒരു സിനിമ. എനിക്കൊരു പേഴ്സണൽ ടേക്ക് ഉണ്ട് ഇതിനകത്ത്. ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ കുറച്ചുകൂടി ബ്രില്യൻ്റ് ആയിട്ട് അത് ഗൗതം മേനോൻ എടുത്തിരുന്നെങ്കിൽ, ഗൗതം മേനോന്റെയും AR റഹ്മാന്റെയും ഒരു കോമ്പിനേഷനിലുള്ള ചില ഫ്രെയിംസും പാട്ടുകളും ഇതിലുണ്ടായിരുന്നെങ്കിൽ ഇത് വേറൊരു തലത്തിൽ പോയി നിന്നേനെ. അപ്പോ സ്ട്രീമിംഗ് നൗ ഇൻ നെറ്റ്ഫ്ലിക്സ്, കാതിരിക്കാൻ നേരമില്ലേ, കാണാൻ മറക്കണ്ട. ടിൽ വി മീറ്റ് അഗൈൻ, സി യാ.